പവർ സപ്ലൈയുടെ ഒരു ഇതാണ്. ഇപ്പോൾ AC റെക്ടിഫയർ, സ്വിച്ചഡ് ചോപ്പർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. 4 ക്യാമറ ആണെങ്കിൽ 4 ക്യാമറക്ക് എടുക്കാനുള്ള പോസിറ്റീവ് നെഗറ്റീവ് വരുന്നുണ്ട്. ഇത് ക്യാമറയുടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പിൻസ് ആണ് വരുന്നത്. ഇത് നമ്മൾ Cat 6 കേബിളൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് നമ്മൾ ബലൂൺ ട്രാൻസ്ഫോമർ എന്ന് പറയും, ബലൂൺ എന്ന് പറയും, BALUN ബലൂൺ. അത് ഉപയോഗിച്ചിട്ടാണ് സാധാരണ കൊടുക്കുക. ഇതിപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കേബിൾസ് ആണ് വരുന്നത്. Cat 6 വരുന്നുണ്ട്. അതുപോലെ അത് ക്യാമറയുടെ ഇപ്പോൾ ഇതൊക്കെ IP ക്യാമറ ആണെങ്കിൽ അതിൻ്റെ പിന്നെ RJ45 സോക്കറ്റാണ് വരുന്നത്. ഇപ്പം നോർമൽ ക്യാമറ ആണെങ്കിൽ അതിന് BNC പിന്ന് വരും, അതുപോലെ ഒരു DC പിന്ന്. ഇതിലെല്ലാത്തിലും DC പിന്ന് ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ ആകുമ്പോൾ ഇത് IP ക്യാമറ ആകുമ്പോൾ ജസ്റ്റ് ഒരു ഈ RJ45 പിന്നിലൂടെ തന്നെ വോൾട്ടേജും കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ക്യാമറ വർക്കിംഗ് ആണ്. ഇത് നമ്മൾ ചെക്കിങ് ചെയ്യാനുള്ള പർപ്പസിൻ്റെ ഒക്കെ ആവശ്യം. ഇപ്പോൾ നമ്മൾ ഇത് സാധാരണയായിട്ട് ഈ കേബിൾസൊക്കെ വരുന്നത് POE സ്വിച്ചിൽ നിന്നാണ്, ഡിസ്ട്രിബ്യൂഷൻ സ്വിച്ചിൽ നിന്നാണ് വരുന്നത്. POE എന്ന് പറഞ്ഞാൽ പവർ ഓവർ നെറ്റ്വർക്ക്. അപ്പോൾ അതിൽ നിന്ന് 12 വോൾട്ട് ഇതിൽ കൂടി വരുന്നുണ്ട്. ഇനി അല്ലാത്ത അവസരങ്ങളിൽ ഇതിൽ ഡയറക്റ്റ് 12 വോൾട്ട് കൊടുത്താലും ക്യാമറനെ വർക്ക് ചെയ്യിക്കാൻ പറ്റും. ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് പിന്നുകളാണ്. ഇത് BNC പിന്ന്, ഇത് DNC കണക്ടർ, അങ്ങനെ അത് വരുന്നു. ഇത് DVR വരുന്നു. അതിൽ 8 പോർട്ട് വരുന്നുണ്ട്. ഇത് 8 പോർട്ടിൻ്റെ DVR ആണ്. 2, 4, 6, 8. പിന്നെ അതിൽ 8 പോർട്ട് DVR. അതിൽ 8 ഇൻപുട്ട് കൊടുക്കാനുള്ള BNC പിന്നെ ഇൻപുട്ട് കൊടുക്കാനുള്ള ഇതുണ്ടായിരിക്കും. പിന്നെ അതുപോലെ ഒരു VGA കണക്ടർ കൊടുക്കാനുള്ളതുണ്ട്. പിന്നെ ഒരു HDMI കേബിള് കൊടുക്കാനുള്ള ഒരു പോർട്ട് ഉണ്ടാവും. പിന്നെ അത് വീഡിയോ ഔട്ടാണ്, ഓഡിയോ വീഡിയോ ഔട്ട് വരുന്നുണ്ട്. അതെല്ലാ DVRലും കണ്ടുകൊള്ളണമെന്നില്ല. പിന്നെ അതുപോലെ നമ്മൾ നെറ്റ് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു RJ45 പോർട്ട് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ BNC 2 എണ്ണം ഉണ്ടാവും. USB പോർട്ട് 2 എണ്ണം ഉണ്ടാവും. നമ്മൾ ഒന്ന് മൗസ് ഉപയോഗിക്കാനും ഒന്ന് നമുക്ക് ബാക്കപ്പ് എടുക്കേണ്ട സൗകര്യത്തിന്, പെൻഡ്രൈവ് കുത്തേണ്ട സൗകര്യത്തിന് വേണ്ടി. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു പവർ സോക്കറ്റാണ്. ഇത്രയും ഭാഗങ്ങളാണ് ഒരു DVRൽ വരുന്നത്. പിന്നെ ഹാർഡ് ഡിസ്ക് നമ്മൾ ഇതിനകത്ത് ഇടും. ഹാർഡ് ഡിസ്ക് ഇതുപോലെയുള്ള ഹാർഡ് ഡിസ്ക്, ഇതിപ്പോൾ 2 TBയുടെ ഹാർഡ് ഡിസ്ക്കാണ്. ഇത് DVRനകത്ത് നമ്മൾ ഇൻസർട്ട് ചെയ്യും. അത്രയാണ് ചെയ്യുന്നത്.